തിരുവചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായി എടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് വേദവസം സാവകാശം തുറക്കാം, ബൈബിൾ എടുക്കാം. ഒന്നുകിൽ കയ്യിൽ ബൈബിൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം മൊബൈലിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തുറക്കാം. ഒരുമിച്ച് വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദീദിമോസ് എന്ന തോമാസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി നമുക്ക് കേൾക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ അനുഗ്രഹീതമായ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമാണ്, അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾക്ക് വരുത്തുവാനും അതോടൊപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് നീ പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കുവാനിരിക്കുന്ന ആളുകൾക്ക് രോഗസൗഖ്യമായും മനസ്സൗഖ്യമായും ആത്മസൗഖ്യമായും ഒക്കെ തീരുവാൻ കർത്താവ് ഈ വചനത്തെ അങ്ങ് അയക്കണമേ, അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജാധിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ആ അങ്ങയെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ, ഞങ്ങളുടെ വചനം കേൾക്കുവാനും ആ വചനം ഞങ്ങളുടെ ചെവികളിൽ മാത്രമല്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ചെയ്യുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടിയങ്ങളുടെ ജീവിതങ്ങളെ ഒരു രൂപാന്തരപ്പെട്ട ജീവിതവുമായി മടങ്ങിപ്പോകാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമപ്പാ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതിനായി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരു മനുഷ്യനൊരിക്കൽ ഒരു സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇങ്ങനെ കാണുകയാണ്. ജാതികളായ മനുഷ്യരുടെ ഇടയിൽ സുവിശേഷ വേലയുമായി കടന്നു ചെല്ലുകയാണ്. ഒരാളുടെ കയ്യിൽ
ഒരു ജാതീയനായ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രതി, ഒരു കോപ്പി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പി കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വായിക്കണം, ഇതിലെ യേശുവിൽ വിശ്വസിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് തന്നാൽ ഞാനിത് ഉപയോഗിക്കില്ല, വായിക്കില്ല, തന്നെയല്ല ഞാനിതിലെ താളുകൾ ഓരോന്നായി വലിച്ച് എടുത്തിട്ട് ഞാൻ സിഗരറ്റ് പുകയ്ക്കാൻ ഉപയോഗിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ കൊടുക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഞാൻ തരുന്ന സുവിശേഷം വായിക്കണം. ഒരു കാര്യം ചെയ്യുക, പുകവലിക്കണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ നിന്ദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ താളുകളെ ഒന്ന് വായിച്ചിട്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ 10-15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്യാൻ, ഈ ബൈബിൾ കൊടുത്ത ആ മനുഷ്യൻ ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വളരെ സജീവ പ്രവർത്തകനായിട്ട് സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി അനേക ആത്മാക്കളെ യേശുവിന് വേണ്ടി ആദായം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് ഈ മനുഷ്യനിൽ ഈ സുവിശേഷം കൊടുത്ത ആളെ കാണുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ സംഭവിച്ചേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ സുവിശേഷത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ കോപ്പിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ താളുകളെല്ലാം ഓരോന്നും വലിച്ചെടുത്ത് ഞാൻ പുകവലിക്കാൻ തുടങ്ങി. ഐ ബിഗാൻ ടു സ്മോക്ക് ഈച്ച് ആൻഡ് എവറി പേജ്. ഓരോ പേജും എടുത്ത് ഞാൻ ചുരുട്ടി സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. മർക്കോസിൻ്റെയും ഞാൻ വലിച്ചു, ലൂക്കോസിൻ്റെയും വലിച്ചു. പക്ഷേ യോഹന്നാനി വന്നപ്പം യോഹന്നാൻ എന്നെ സ്മോക്ക് ചെയ്തെന്ന് പറഞ്ഞു, എന്നെ പുകച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം ഒരു അത്ഭുതകരമായ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ച് അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം എഴുതിയത് എന്തിനാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഇതിൽ യേശുക്രിസ്തു എന്ന സത്യദൈവത്തിൽ, ദൈവത്തിൻ്റെ ഓമന പുത്രനിൽ വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ രചന, അതിൻ്റെ ഉദ്ദേശം അദ്ദേഹം വളരെ വ്യക്തമാക്കി നമുക്ക് തരികയാണ്. യോഹന്നാൻ്റെ 3 ഗ്രന്ഥങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷമാണ്, രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ലേഖനമാണ്, 2 ലേഖനങ്ങളുണ്ട്. മൂന്നാമത്തത് 3 ലേഖനങ്ങളുണ്ട്. അദ്ദേഹത്തിന് മൂന്നാമതുള്ളത് വെളിപ്പാട് പുസ്തകമാണ്. 3 മണ്ഡലത്തിലും, ഒന്ന് ചരിത്രമാണെങ്കിൽ, മറ്റൊന്ന് ഉപദേശമാണെങ്കിൽ, മറ്റൊന്ന് വെളിപ്പാടാണ്, പ്രവചന ഗ്രന്ഥമാണ്. ബൈബിളിലെ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമാണ്. നമ്മളിന്ന് പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കേട്ടു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പം നമ്മളിവിടെ ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ 24 മണിക്കൂർ കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ ഏതോ ഒരു മതത്തിലാണ് വന്നിരിക്കുന്നതെന്ന പ്രതീതി നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പോലെ ബൈബിൾ വായിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും പ്രസംഗിക്കുക എന്നതല്ല എൻ്റെ ദൗത്യം. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും ഞാനിത് പ്രസംഗിക്കാൻ എടുക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഒരു മനുഷ്യനായിട്ടല്ല, ദൈവത്തിൽ നിന്ന് അധികാരം പ്രാപിച്ചവനായി നിൽക്കുകയാണ്. നിങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്താൻ മതിയായൊരു യേശു നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ബന്ധന വഴിയും നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ സാമ്പത്തിക പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ കുടുംബജീവിതത്തെ സമ്പുഷ്ടമാക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഈ സുവിശേഷം മുഖാന്തരം. ഇതൊരു സദ്വർത്തമാനമാണ്, ഇതൊരു ദുരന്ത വാർത്തയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഗുഡ് ന്യൂസാണ്. നല്ല വർത്തമാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയം തുറന്നിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ ആലോചന ദൈവം പറഞ്ഞു തരാൻ പോവുക. അപ്പോൾ ലേഖനത്തിൽ യോഹന്നാൻ എന്താ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾ എൻ്റെ കൂടെ ദിവസമൊക്കെ ഒന്ന് തുറക്കുക. തിരുവെഴുത്തുകളെയോ ദൈവശക്തിയെയോ അറിയായക കൊണ്ടല്ലയോ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതെന്ന് വചനം പറയുന്നു. നമ്മൾ തെറ്റായ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ കാരണം തിരുവചനം നമുക്കറിയത്തില്ലാത്തത് കൊണ്ടാണ്. 1 യോഹന്നാൻ 5:13 പറയുന്നത്, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്
നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ വിശ്വസിച്ചാൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വരേണ്ടതിന് പകരം വേറെ എങ്ങോട്ടേക്കെങ്കിലും പോകുന്ന ഒരു ജീവനല്ല ഇത്. നിങ്ങളിൽ ഈ നിത്യജീവൻ വന്നാൽ നിങ്ങൾ യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളൂ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾ ഓരോ പ്രഭാതത്തിലും കർത്താവിനെ ആരാധിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. കിടക്കയിലേക്ക് കിടക്കാൻ പോകുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും നിയന്ത്രണം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനെയാണ് യേശുവിന് കർത്തൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് തരുന്ന നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ 19-ാം വാക്യം, 3 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ കാണുകയാണ്. വെളിപ്പാട് 1:19 അദ്ദേഹം യേശുവിനെ കുറിച്ച് പറയുന്നു, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് വളരെ പ്രാധാന്യമാണ്. ചർച്ച് എന്ന് പറയുന്നത് ഒരു ലോക്കൽ കമ്മിറ്റിയേക്കാൾ ഉന്നതമാണ്. ഈ ലോകത്തിൽ ഒരുപാട് കൂട്ടങ്ങളും കൂട്ടായ്മകളും ഉണ്ടാകുമെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽ മാത്രമേ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ഒരു മന്ത്രിസഭയിൽ ചെന്നൊരു മന്ത്രിയോട് നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചാൽ നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ ആ സെക്രട്ടറിയെ പോയി കാണാൻ അദ്ദേഹം പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പല റെക്കമെൻഡേഷന് വേണ്ടി പലയിടത്തും ഓടി നടക്കുമെങ്കിലും ഒറ്റയിടത്തു നിന്ന് മാത്രമേ സ്വർഗം അപ്രൂവൽ തരൂ. നീ പോകുന്ന സഭയിൽ നീ എത്ര ഉത്തരവാദിത്വത്തോടെ ആ സഭയിൽ നീ പോകുന്നുണ്ട്, നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാര്യം, കാഴ്ചപ്പാട് നിൻ്റെ സഭയുടെ പാസ്റ്ററിനാണുള്ളത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇനി ഈ സഭകളുടെ പാസ്റ്റർമാരെ കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താ? 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അവർ ദൂതുവാഹികളാണ്. അവരോട് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കും. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേട്ടത് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇരുവായ്ത്തലയുള്ള ഈ വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ സഭകളുടെ ദൂതന്മാർക്കും ഈ വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ 7 സഭകളിൽ, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കും എഴുതുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പം നമ്മളിവിടെ യഥാർത്ഥമായ മണ്ഡലത്തെ തിരിച്ചറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, സാത്താനെ പോലെ അഹങ്കരിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ വെട്ടി നിലത്തിടുമ്പോൾ ആരും കാണുകയില്ല കൂടെ എന്നുള്ളതാണ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിനക്കൊരു വിഷയം വന്നാൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 12:12 മുതൽ വാക്യങ്ങൾ വായിച്ച്, നമ്മളെല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ സ്നാനമേറ്റ് ഒരു ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുക. ഈ ശരീരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ബോഡി, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. സഭ, നിങ്ങൾ ഏത് ചർച്ചിലാണോ മെമ്പർഷിപ്പ് ഉള്ളത് ആ സഭയിൽ അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് അവിടുത്തെ സഭയോട് ഉത്തരവാദിത്വം പുലർത്തി അവിടെ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ സ്വർഗം നമ്മളെ മാനിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇവിടെ 7 സഭകളുടെ ദൂതന്മാരെ കുറിച്ച് അദ്ദേഹത്തിന് എഴുതുന്നു. അദ്ദേഹം അത് വെളിപ്പെടുത്തുകയാണ്. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ സഭ നിലവിളക്കാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് ചർച്ച് കൂടി വന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരോരോരുത്തരും വീട്ടിൽ നിന്ന് ഓരോ മെഴുകുതിരി കൊണ്ടുവരും. അപ്പോൾ ഓരോ കസേരയിൽ വന്നിരുന്ന് ചിലപ്പോൾ ഇരുട്ടുള്ള ഒരു സമയത്തോ അല്ലെങ്കിൽ ഇരുട്ടുള്ളൊരു മുറിക്കകത്താണ് വരുന്നത്. ആ ഇരുട്ട് മാറ്റുന്നത് അവനവൻ കൊണ്ടുവരുന്ന ഈ മെഴുകുതിരി കത്തിക്കുമ്പോഴാണ്. അവനവൻ കൊണ്ടുവരുന്ന മെഴുകുതിരി കത്തിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ കസേരകളിലും ആളുണ്ടെങ്കിൽ എല്ലായിടത്തും പ്രകാശമുണ്ട്. ഇപ്പോൾ ഇന്ന് ഒരാൾ വന്നില്ല എന്ന് കരുതുക. ഇന്നിപ്പോൾ മുൻവശത്തിരിക്കുന്ന നമ്മുടെ ടോണിക്കുട്ടനും മമ്മിയും വന്നില്ല. അപ്പോൾ അവർ കൊണ്ടുവരേണ്ട നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക്, ക്യാൻഡിൽ സ്റ്റിക്ക്, അവർ കൊണ്ടുവരേണ്ട മെഴുകുതിരി കൊണ്ടുവരാതെ വരുമ്പോൾ അവിടെ ഇരുട്ട് പരക്കുകയാണ്. നിങ്ങൾ ഒരാഴ്ചയിൽ സഭയിൽ നിങ്ങളിരിക്കേണ്ട ഇരിപ്പിടത്തിൽ ഇരിക്കാതെ വരുമ്പോൾ അവിടെ ഇരുട്ട് വ്യാപരിക്കുക. സഭയെ നിർത്തിയിരിക്കുന്നത് ലോകത്തിന് വെളിച്ചം പകരാൻ വേണ്ടിയാണ്. നീ വെളിച്ചം പകരേണ്ട സ്ഥലത്ത് വന്നിരുന്നാലേ നിനക്ക് പകരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് പകർന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇരുട്ടടയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത.
ഞാനിത് കണ്ടിട്ടുണ്ട്, പലരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ. ദൈവത്തിന് കൊടുക്കേണ്ട മൂല്യം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാൽ പിന്നെ നാളുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് കരുതരുത്. ഒരു ദിവസം, ഒരു ദുർദിവസം വരുന്ന അന്ന് നീ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ചെവി അടച്ചു കളയും. പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ലോക്കൽ ബോഡിയെക്കുറിച്ച് മനസ്സിലായല്ലോ. ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത് ദൈവത്തിന് അത്രമാത്രം വിലപ്പെട്ടതാണ്. ദൈവം കത്തെഴുതിയത് റോമിലെ സഭയ്ക്കല്ല, റോമിലെ പോപ്പിനല്ല. ദൈവം കത്തെഴുതിയത് അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിനല്ല. ദൈവം കത്തെഴുതിയത് 7 സഭകൾക്കാണ്, 7 സഭകളുടെ മൂപ്പന്മാർക്കാണ്, ദൂതന്മാർക്കാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയം വരാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇന്നുകളിൽ പൊത്തുവരുത്തമൊക്കെ ജീവിതം മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നൊരു നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വിലപിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷേ നീ ലോക്കൽ ബോഡിയുമായി ബന്ധമുള്ളവരാണെങ്കിൽ ലോക്കൽ ബോഡി മുഖാന്തരം സ്വർഗത്തിലേക്ക് നിൻ്റെ ആവശ്യങ്ങളെ അറിയിച്ചാൽ തമ്പുരാൻ അതിന് അത്ഭുതകരമായി വിടുതൽ തന്നിരിക്കും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഓടി നടന്ന് എല്ലാ പാർട്ടിയിലും അംഗത്വം എടുക്കുകയല്ല, ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കുക. ഏത് പാർട്ടിയിൽ? യേശുവിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചല്ല. കർത്താവിൻ്റെ സഭയുമായി നല്ല ബന്ധമുണ്ടാവുക. കാരണം നിനക്ക് ജീവിതത്തിൻ്റെ അടിത്തറ ഇളകാതിരിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും അറിയുന്നില്ല എന്നോർത്ത് നമ്മൾ ജീവിതത്തിൽ ദൈവത്തെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും ശ്രമിക്കരുത്. ദൈവം ഇതെല്ലാം മുമ്പേ അറിയുന്നുണ്ട്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ഞാൻ തിരിച്ചു വരട്ടെ. യോഹന്നാൻ സുവിശേഷം എഴുതിയത്, ലേഖനം എഴുതിയത്, വെളിപ്പാട് പുസ്തകം എഴുതിയത് യേശുവിനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ്. വളരെ മനോഹരമായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വിവരിക്കുന്നത് കേൾക്കുക. യേശുവിൻ്റെ സമ്പൂർണ്ണമായ ദൈവത്വമാണ് യേശു ഈ പത്മോസ് ദ്വീപിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ യോഹന്നാന് ദൈവം പകർന്നു കൊടുക്കുന്നത്. നിങ്ങൾ കേൾക്കുക, 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. നാദം കേൾക്കാൻ വേണ്ടി തിരികെയല്ല, നാദം കാണുവാൻ വേണ്ടി. നാദം എന്ന് പറയുന്നത് വചനമാണ്. വചനം ആളത്വമാണ്. വചനം ക്രിസ്തുവാണ്. വചനത്തെ നിനക്ക് കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കണം. വചനത്തെ നിനക്ക് കാണാൻ കഴിയും, നിനക്ക് വചനത്തെ കേൾക്കാൻ കഴിയും, വചനത്തെ തൊടുവാൻ കഴിയും. കാരണം അത് സമ്പൂർണനായ ഒരു ദൈവമാണ്. വചനത്തെ കാണുവാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. പറഞ്ഞ കണ്ണ്, എബ്രായലേഖനം 4:13. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ്റെ മുമ്പിൽ അനാവൃതമായിരിക്കുക നമ്മുടെയൊക്കെ ജീവിതം. 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള കണ്ണുകളുമായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തിന് ദൂരത്തു നിന്നറിയാം. നമ്മളൊക്കെ പറയുന്നത് ദൈവത്തിന് ദൂരത്തു നിന്നറിയാം. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അതിനെ വെട്ടിമുറിക്കാൻ വളരെ ഷാർപ്പൻഡായിട്ടുള്ള, വളരെ നല്ല മൂർച്ചയേറിയ വാളാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമല്ലാത്തതിനെ ദൈവം ഓപ്പറേഷൻ ചെയ്ത് മാറ്റട്ടെ. തിരുത്തുവാൻ ദൈവം ഒരു സാവകാശം ദൈവം തരികയാണ്. മടങ്ങി വന്നാൽ നിന്നെ അവൻ പുനഃസ്ഥാപിക്കും. മടങ്ങി വന്നില്ലെങ്കിൽ അവൻ നിന്നെ പുനഃസ്ഥാപിക്കുകയില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നമുക്ക് അവസരം ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ദൈവം തരുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു റിസ്റ്റോറേഷന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, റെക്കൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റിപ്പൻറ്റ് ചെയ്യണം, പശ്ചാത്തപിക്കണം. കഴിഞ്ഞു പോയതിനെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്തെടുക്കാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി ആ പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നവനാണ്. നിന്റെ സഭയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് ദൈവം നിനക്ക് ബോധമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിൽ പരിശുദ്ധാത്മാവല്ല, അന്യാഗ്നി കത്താൻ തുടങ്ങിയിരിക്കുന്നതാണെന്ന് അതിൻ്റെ അർത്ഥം.
അന്യാഗ്നി കത്തിച്ചാൽ അവനെ വിഴുങ്ങിക്കളയുന്ന മറ്റൊരു തീ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുവാൻ തുടങ്ങും. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തമ്മിൽ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു എന്ന് എബ്രായലേഖനം 4:12 പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പ്രശ്നം? നമ്മുടെ പ്രശ്നം ജഡം മുൻപിൽ പോകുന്നു. ജഡം പറയുന്നത് ആ പ്രാണനും ആത്മാവും അനുസരിക്കേണ്ടി വരികയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായോ? ഒരു ജഡികൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മാവല്ല മുമ്പേ പോകുന്നത്. ആത്മാവിൻ്റെ ഹിതമല്ല ചോദിക്കുന്നത്, ആത്മാവിനോടല്ല ആലോചന ചോദിക്കുക, അവൻ്റെ ശരീരത്തോട് ചോദിക്കുക. എനിക്ക് സുഖം കിട്ടുന്നത് എവിടെയാണ്? അങ്ങനെ ജഡത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ജഡിക മനുഷ്യനായി മാറുകയാണ്. എന്നാൽ ആത്മാവിനോട് ആലോചന ചോദിക്കണം. ഈ അടുത്ത നാളിൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു വിദേശ മിഷണറിമാർ 2-3 പേര് വരുന്നുണ്ട് കേരളത്തിൽ, കൊച്ചിയിൽ. അപ്പോൾ ഒരു 3000 രൂപ കൊടുത്താൽ നമുക്ക് ഒരു 3-4 ദിവസത്തെ മീറ്റിംഗ് പങ്കെടുക്കാം. ഞാൻ ആദ്യം കർത്താവിനോട് ആലോചന ചോദിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. വല്ല മനസ്സിലായോ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിടത്ത് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായും വേറൊരാൾ 3000 രൂപ മുടക്കാമെന്ന് പറഞ്ഞു, എനിക്കൊരു നല്ല മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോൾ ജഡം ആണ് ആദ്യം മുൻപിൽ നിൽക്കുന്നത്. പോയേക്കാം, കാരണം 3-4 ദിവസം നല്ല സുഭിക്ഷമായ ഭക്ഷണവും സുന്ദരമായി കിടക്കാനുള്ള സൗകര്യവും നല്ല വചനവും ഒത്തിരി അഭിഷിക്തന്മാരെ കാണാമല്ലോ. പക്ഷേ കുഞ്ഞെ തെറ്റിപ്പോയി, നിൻ്റെ വഴി തെറ്റിപ്പോയി. കാരണം നീ ചോദിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിനോടാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് തന്നെ ആലോചന ചോദിച്ചിരുന്നെങ്കിൽ ദൈവാത്മാവ് എന്താണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഷെല്ലി ബ്രദറിനോട് ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹനോട് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയിലെ പാസ്റ്ററുണ്ട്, പാസ്റ്ററോട് പോയി ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വളരെ ബഹുമാനത്തോടു കൂടി കേട്ടു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി വരാമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നില്ല. എനിക്കൊത്തിരി വിഷമമുണ്ടായി, നിരാശയുണ്ടായി, വിഷമവും ഭാരവും ഉണ്ടായി. കാരണം ഞാൻ ഡിക്ലെയർ ചെയ്തു, ഞാൻ പ്രതീക്ഷിച്ചു അദ്ദേഹം വരുമായിരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഭയിലെ പാസ്റ്റർ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്ര തന്നെ. പറഞ്ഞ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, അദ്ദേഹം ഈ പാസ്റ്ററിനേക്കാളൊക്കെ അഭിഷേകമുള്ള ഒരു പണ്ട് മുതലേ, ഒരുപക്ഷെ ഈ പാസ്റ്റർ അഭിഷേകത്തിലേക്ക് വരുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിച്ച ഒരു നല്ല ദൈവത്തിൻ്റെ ദാസനാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ സഭയിൽ വിധേയത്വത്തോടു കൂടി നിൽക്കുകയാണ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിനെന്തിനൊക്കെ കഴിയുമെന്നറിയാമോ? മനുഷ്യ ജീവിതത്തിൽ ഈ വചനം നന്നായി ശ്രവിച്ചിരുന്നെങ്കിൽ ജഡത്തിൻ്റെ ശബ്ദത്തിനല്ല ആത്മാവിൻ്റെ ശബ്ദത്തിന് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവാത്മാവിനോട് ആലോചന ചോദിക്കുന്നവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ജഡത്തോട് ആലോചന ചോദിക്കുന്നവരെല്ലാം എവിടെ പോകും? അവരെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉലഞ്ഞു നടന്നിട്ട്, ഇനി നാളുകളിൽ ഞാൻ ഈ പറയുന്ന പ്രവചനമാണ്, നിങ്ങളിത് കേൾക്കണം. ഈ ജീവിതത്തിൽ യേശുവിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ പെറുക്കിയെടുക്കാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ വന്നാൽ യേശു നിങ്ങളെ മൈൻഡ് ചെയ്തെന്ന് വരില്ല. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആയുസ്സുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ ദൈവത്തെ ചുമന്നാൽ, നിങ്ങൾ കർത്താവിൻ്റെ പുസ്തകം ചുമന്നാൽ, നിങ്ങൾ കർത്താവിൻ്റെ വചനം ചുമന്നാൽ, നിനക്ക് പ്രായമേകുമ്പോൾ നീ നരയ്ക്കുമ്പോഴും നിന്നെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമുണ്ട്. യാതൊരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ല. നിന്റെ ജീവകാലത്ത് നിനക്ക് ദൈവത്തെ ചുമക്കാൻ അവസരം കിട്ടിയിട്ടും നീ ദൈവത്തെ ചുമക്കാതെ നിന്റെ മക്കളെ ചുമന്നാൽ നീ നാളുകളിൽ മക്കൾ നിന്നെ ചുമക്കുമെന്ന് കരുതരുത്. നിന്നെ ചുമക്കേണ്ടത് ദൈവമാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ അവൻ സമ്പൂർണനായ ദൈവം, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഹി വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രീ എക്സിസ്റ്റൻസ്, കോ എക്സിസ്റ്റൻസ് ആൻഡ് അനദർ, അടുത്ത തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വചനം തന്നെ ദൈവം തന്നെയായിരുന്നു. ഇന്നലകളിൽ അവൻ ദൈവമായിരുന്നു,
ഇന്നുകളിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. കോ എക്സിസ്റ്റൻസ്, പിതാവായ ദൈവത്തോട് കൂടെ സമനായിരുന്നവനാണ് യേശു എന്ന് വേദവസ്തം സൂചിപ്പിക്കുകയാണ്. ഇന്നുകളിൽ അവൻ ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നു. എബ്രായലേഖനം 13:8, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നമ്മൾ പാടുന്ന പാട്ട് കേട്ടിട്ടില്ലേ, മനോഹരമായത്? യേശു ക്രിസ്തു അനന്യന, ഇന്നലെ ഇന്നും അനന്യന, വരുന്ന നാളിലും അനന്യന, എന്നേക്കും അനന്യന. യേശു ക്രിസ്തു അനന്യന, ഇന്നലെ ഇന്നും അനന്യന, വരുന്ന നാളിലും അനന്യന, എന്നേക്കും അനന്യന. പ്രൈസ് ദി ലോർഡ്. അനന്യൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അന്യനല്ലാത്തവൻ. രണ്ട്, അനന്യൻ, മാറ്റമില്ലാത്തവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം. മലാക്കിയുടെ പുസ്തകം 3:6 പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ വന്നാലും ദൈവം ഇന്നും ക്ഷമിക്കുന്നു, നാളെയും ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് മാപ്പ് പറയണം, റിയലൈസ് ചെയ്യുക, യു ആർ എ സിന്നർ. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു പാപിയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഹമാസിനോടോ ഇസ്രായേലിനോടോ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് നീതിയില്ലാത്ത കാര്യമല്ലേ? അവർ പറയും, അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തികച്ചും നീതിയും ന്യായവും യുക്തവുമാണ്. ഇവർ കൊന്നൊടുക്കുകയാണ് മനുഷ്യരെ, രണ്ടു കൂട്ടരും കൂടെ. ഞാനൊരു ഭാഗത്തല്ല നിൽക്കുന്നത്, ഇവർ രണ്ടുപേരും ചെയ്യുന്നത് നീതിയില്ലാത്ത കാര്യമാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയാണ്. അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ ബന്ധമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മനുഷ്യനെ കൊല്ലുന്നത് മതത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ പേരിലാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കുറ്റം തന്നെയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആ മനുഷ്യരോട് ചോദിച്ചാൽ അവർ അവരുടെ ന്യായീകരണങ്ങൾ പലതും പറയും. ഇവിടെ ഇരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ലെന്ന് കരുതുക, നിങ്ങൾക്ക് പല ന്യായങ്ങളും പറയാൻ കാണും. പക്ഷേ ഈ ന്യായം നിങ്ങളുടെ സ്വന്തമാണ്, അത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കടന്നോട്ടെ. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ന്യായമല്ല ദൈവത്തിന് പ്രധാനം, ദൈവത്തിൻ്റെ ന്യായം നീ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കുഞ്ഞെ, നാളുകളിൽ നിനക്കൊരാവശ്യം വരുമ്പോൾ മനുഷ്യർ നിൻ്റെ കൂടെ കാണില്ല. നീ പോയി ഉണ്ടാക്കിയ പണം നിനക്കെടുക്കാൻ കഴിയില്ല. നമ്മുടെ സഭയിലുണ്ടായിരുന്നൊരു മനുഷ്യൻ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ടായിട്ട് ഒരു നയാ പൈസ പോലും ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് ടാറ്റ പറയേണ്ടി വന്നു. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അഹങ്കരിക്കരുത്. പണമുണ്ടെന്ന് കരുതി നിനക്ക് പരിഹാരം തരാൻ ഇവിടെ ഈ മെഡിക്കൽ സയൻസ് ഉണ്ടെന്ന് കരുതി. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഒരു തെറ്റായ ഗോഡിനെ കുറിച്ച്. മെഡിക്കൽ സയൻസ്, അതിൻ്റെ അകത്തുള്ള ഡോക്ടർമാർ അവരുടെ എംബ്ലം അല്ലെങ്കിൽ ലോഗോ, എന്താ പറയുന്നത്, എംബ്ലം കാറിൽ വെച്ചിരിക്കുന്നത് ഒരു വടിയിൽ 2 പാമ്പ് പിണഞ്ഞിരിക്കുന്നതാണ്. അസ്ക്ലീറ്റിയ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. ഇതൊരു ദുർദേവനാണ്. പെർഗമോസ് എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ നടുക്ക് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലെ ആരാധ്യ പുരുഷനായിരുന്നു ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ദേവൻ. മനുഷ്യനെന്നല്ല, ഒരു ദേവൻ. ഞാൻ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞിരുന്നു, അസ്ക്ലീറ്റിയ എന്ന മറ്റാണ് ആ ദേവൻ്റെ പേര്. ആ ദേവൻ്റെ എംബ്ലമാണ് ഈ വടിയിൽ പാമ്പ് ചുറ്റി നിൽക്കുന്നത്. അവൻ്റെ ക്ഷേത്രത്തിൽ ധാരാളം പാമ്പുകൾ കയറി വരുമായിരുന്നു. അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പാമ്പ് കടിച്ചാൽ സാരമില്ല, ഞങ്ങളുടെ ദേവൻ സുഖപ്പെടുത്തുമെന്നാണ്. അപ്പം ഇത് ചികിത്സയല്ലത്, ഇത് ദുർമന്ത്രവാദത്തിൻ്റെ പിന്നാമ്പുറങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. നിങ്ങൾ ഈ ഫാർമക്കോയിയ എന്ന ഒരു ഗ്രീക്ക് പദത്തെ പഠിച്ചാൽ മനസ്സിലാകും. ഇതിന് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ റൂട്ട് ചെന്ന് കിടക്കുന്നത് ഇതുപോലത്തെ തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും ആഭിചാരവുമാണ് എന്ന് ദൈവവചനത്തെ മനസ്സിലാക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ജീവിതത്തിൽ തെറ്റിപ്പോകരുത്. ഇത് സേവിക്കുന്ന മനുഷ്യനെ കൊണ്ടല്ല നിനക്ക് സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് സൗഖ്യം തരാൻ ഒരു ദൈവമുണ്ട്. പുറപ്പാട് 15:26, യെശയ്യാ 53:4-5 അവൻ്റെ അടിപ്പിടലാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നത് വചനം പറയുന്നു. പെർഗമോസ് സാത്താൻ്റെ സിംഹാസനം ഉള്ളടമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതുപോലത്തെ പല ദേവന്മാരും ദേവിമാരും പല അമ്പലങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ആരുടെയും രോഗം സുഖപ്പെടുമായിട്ടല്ല. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക.
തിരുവചനമെന്ന വാൾ നീ ധരിക്കുക. വചനം അറിയാമെങ്കിലല്ലേ നിനക്കിത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് മുമ്പിൽ ഭീമാകാരമായി നിൽക്കുന്ന ആ ഹോസ്പിറ്റലും വളരെയധികം പരിചയസമ്പന്നനായ ഡോക്ടറും വലിയവനായി തോന്നും. എന്നാൽ ഈ ഡോക്ടറെ സൃഷ്ടിച്ചവനായ ഒരു തമ്പുരാനുണ്ട്. അവൻ്റെ പേര് നസ്രായനായ യേശുവെന്നാണ്. അവനെ നിനക്ക് ആരാധിക്കാൻ കഴിഞ്ഞാൽ നിന്റെ രോഗത്തിന് വിടുതലാണ്. എത്ര പേരുടെ രോഗം അവൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി. എത്ര പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. ഈ ലോകത്തിൻ്റെ മനുഷ്യർ നിനക്ക് എന്ത് പരിഹാരം തരുമെന്നാണ് നീ പറയുന്നേ? ആരും നിനക്ക് പരിഹാരം തരില്ല. ശാശ്വതമായ പരിഹാരം ദൈവത്തിങ്കൽ മാത്രമാണ്. ഒരു ചികിത്സയുടെ സമയത്ത് ചില കാര്യങ്ങളൊക്കെ താൽക്കാലികമായി മാറുന്നുണ്ടെങ്കിലും അതിനുശേഷം നിങ്ങൾക്കറിയാമോ, ഈ കൊറോണ കാലത്ത് ഒരു മനുഷ്യൻ 190 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ ആദ്യമായിട്ട് ഇവിടെ മെഡിക്കൽ സയൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടി ചികിത്സിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി. എല്ലാവരും വളരെ സന്തോഷം. മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് ഫോക്കസ് ചെയ്തു. ആരും അറിഞ്ഞില്ല, പത്രത്തിൻ്റെ ഒരു ചെറിയ കോളത്തിലുണ്ടായിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്കെന്താ പേടി ഹല്ലേലൂയ പറയാൻ? ഇതല്ലേ സത്യം? സത്യമല്ലേ വിളിച്ചു പറയുന്നേ? ഈ പുൾപിറ്റിൽ ദൈവവചനപരമായ സത്യങ്ങളല്ലേ വിളിച്ചു പറയേണ്ടത്? നീ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നെ സകല പ്രശ്നങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നവനാ. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഏത് ദൈവത്തിനാണ് മരണത്തിന് അപ്പുറത്തുള്ള ലോകത്ത് നിനക്ക് നിത്യജീവൻ തരാൻ, നിത്യത തരാൻ കഴിയുന്ന? ഒരു ദൈവത്തിന് മാത്രമേ, യേശുവിന് മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. കാരണം മരണത്തിനപ്പുറത്തുള്ള ലോകത്തിൽ നിന്ന് മരണം ഉള്ള ലോകത്തിലേക്ക് വന്ന് സ്വയം നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിക്കുറിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് വീണ്ടും കടന്നുപോയിരിക്കുക, നിത്യതയിൽ കടന്നിരിക്കുക. അവിടെ നിന്നുകൊണ്ട് ന്യായവിധിയാളനായി ഒരിക്കൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ യേശു വരും. മറന്നുപോകരുത്, തെറ്റിപ്പോകരുത്. ജീവിതത്തിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ന്യായവിധിയെങ്കിൽ നമുക്ക് നരകാഗ്നിയിലേക്ക് പോകാൻ വേണ്ടി ഇടവരാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ട് അനുസരിക്കണം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ യേശുവിനെ ഒരു സോവറിൻ ഗോഡായി, പരമാധികാരമുള്ള സർവശക്തനായ സർവാധികാരിയായ ദൈവമായി പരിചയപ്പെടുത്തുന്നു. 2-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞേ, ഒരു സോഷ്യൽ ഗോഡായിട്ട് ഒരു സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിസപ്ഷൻ, ഒരു ചടങ്ങ് നടന്നാൽ അവിടെ യേശുവിനെ ക്ഷണിച്ചാൽ യേശു വരും. അവിടെ റിസപ്ഷനിൽ യേശു ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കാനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോയാൽ യേശുവിനെ വിളിക്കണം. യേശു അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഞ്ഞ് തീരാതെ ദൈവം സൂക്ഷിച്ചുകൊള്ളും. ഏത് കല്യാണ വിരുന്നിലും യേശുവിനെ ക്ഷണിക്കണം. നമ്മുടെ ജെയിം ബ്രദറിൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് ഈ 17-ാം തീയതി, മറ്റല്ലേ 16-ാം തീയതി. 16-ാം തീയതി നിങ്ങളെല്ലാവരും വരണം. അതായത് നിങ്ങളെ ക്ഷണിക്കും. എങ്കിലും ഞാൻ നമ്മുടെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട കുടുംബാംഗം എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാവരും വരികയും ചെയ്യണം കുടുംബമായിട്ട്. അപ്പോൾ ഒരു വിവാഹം നടക്കാൻ പോവുക. പക്ഷേ വിവാഹം നടക്കാൻ പോകുന്ന കുഞ്ഞിനോട്, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, യേശു ഇല്ലെങ്കിൽ വീഞ്ഞ് തീർന്നു പോകും. വീഞ്ഞ് തീർന്നു പോയാൽ പിന്നെ ലഹരി ഉണ്ടാവുകയില്ല. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. വീഞ്ഞ് തീർന്നു പോയാൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല. വീഞ്ഞ് തീർന്നു പോയാൽ പിന്നെ ഇങ്ങനെ ചില കടലാസ് പുലികൾ ഇങ്ങനെ നടക്കുന്നത് പോലെ, ചില കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന ചില അപ്പൂപ്പൻ താടികളുടെ ജീവിതമായി തീരും. യേശു നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, നിൻ്റെ കുടുംബ ജീവിതം മാധുര്യതരമാകും, അത് അനുഗ്രഹിക്കപ്പെടും. കാരണം അനാദിയിൽ ആദ്യമായി ഈ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിസൈൻ ചെയ്തത് ദൈവം തമ്പുരാനാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ ആരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ മാനുവലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകം പഠിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഞാൻ ആ വിഷയം വിടുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യേശുവിനെ ഒരു സോഷ്യൽ ഗോഡായി, യേശു ഒരു സമൂഹത്തിലെ ഏത് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിച്ചവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് പരീശനാകട്ടെ, ന്യായശാസ്ത്രിയാകട്ടെ, ചുങ്കക്കാരനാകട്ടെ, പാപിയാകട്ടെ, വേശ്യയാകട്ടെ, ആരുടെയും വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചിടത്തൊക്കെ കർത്താവ് കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷെ കടന്നു ചെല്ലുക മാത്രമല്ല, അവരുടെ ചരിത്രത്തെ കൂടെ മാറ്റിമറിച്ചിട്ടാണ് യേശു പിൻവാങ്ങിയിരിക്കുന്നത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളും ഞാനും ജീവിതത്തിൽ നമ്മൾക്ക് വിശുദ്ധരാണെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ യേശു വരുമായിരുന്നുവെങ്കിൽ നമുക്കാർക്കും രക്ഷയുണ്ടാവുകയില്ലായിരുന്നു. ഒന്നുകൂടെ പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മൾ രക്ഷ പ്രാപിച്ചതും യേശു നമ്മുടെ വീട്ടിലേക്ക് വന്നതാ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതാ. നിങ്ങളൊരു ഒരു എക്സ് എന്തുമാകാം, എക്സ് മദ്യപാനി അല്ലെ, എക്സ് ആർമി എന്നൊക്കെ പറയില്ലേ,
എക്സ് മദ്യപാനിയായിരിക്കാം, എക്സ് വേശ്യാവൃത്തി ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, എക്സ് കൊലപാതകം ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, എക്സ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരായിരിക്കാം, എക്സ് നിങ്ങൾ ഇന്നലകളിൽ പണം വട്ടിപ്പലിശയ്ക്ക് കടം കൊടുക്കുന്നവരായിരിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ അധാർമികമായി പണം സമ്പാദിച്ചിട്ടുള്ള എക്സ് ആയിരിക്കാം, നിങ്ങൾ ഇന്നലകളിൽ മദ്യപാനത്തിനും വെറിക്കൂത്തിനും വേണ്ടി പണം ചെലവഴിച്ചിട്ടുള്ള ഒരു നാശകരമായ ജീവിത പാതയിൽ നടന്ന ഒരു എക്സ് ആയിരിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എക്സ് അല്ല കേട്ടോ. അതുകൊണ്ട് അവരിങ്ങനെ എൻ്റെ ലിസ്റ്റ് വന്നില്ല. എക്സ് ആണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കുക. എന്തെങ്കിലും ഒരു എക്സ് ആകട്ടെ. എക്സ് നുണയനോ, എക്സ് പാപിയോ എന്തെങ്കിലും ആകട്ടെ. എക്സ് ആയതിൻ്റെ കാരണം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കരങ്ങളടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പ്രിയപ്പെട്ട സഹോദര, ദൈവം നമ്മൾക്ക് ഒരു എക്സിറ്റ് ഉണ്ടാക്കുകയാണ്. എക്സുകൾക്ക് നിങ്ങൾ നിന്നിരുന്ന മതത്തിൽ നിന്നും പാപത്തിൽ നിന്നും യേശുവിൻ്റെ സഭയിലേക്കൊരു വിശാലത. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാ സഭ, എക്ലീസിയ. എക്സ് ആണ് നീ കഴിഞ്ഞ നാളുകളിൽ പലതുമായിരുന്നു, പക്ഷേ നിന്നെ തൻ്റെ സ്വന്തം ചോരയാൽ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നീ ഇനിമേൽ നിന്റെ സ്വന്തമല്ല. പ്രൈസ് ദി ലോർഡ്. വിലയ്ക്ക് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പം ഞാൻ ഒരടിമയായിരുന്നത് കരുതുക. ഒരടിമ ചന്തയിൽ വെച്ച് എന്നെ ലേലം വിളിച്ചൊരു യജമാനൻ എന്നെ വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പം എൻ്റെ യജമാനോട് ഞാൻ പറയാം, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇവിടെ വരാം, ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നേക്കാം കേട്ടോ. താങ്കൾക്ക് എന്തൊക്കെയെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേട്ടോളാം. അതിനുശേഷം എന്നെ സ്വതന്ത്രനാക്കി വിടണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? വിലയ്ക്ക് വാങ്ങിയവൻ ഇനി എന്തു പറയുന്നോ അത് മുഴുവൻ ചെയ്യാൻ കടപ്പെട്ടവനാണവൻ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ തലയ്ക്കകത്ത് കയറുമായിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ ശബ്ദത്തിലൊക്കെ ആകുമ്പോൾ കേൾക്കാൻ പറ്റുകയില്ലാത്ത. നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേരെ, നിങ്ങളെ വിലയ്ക്ക്. തിരിച്ചും പറഞ്ഞേരെ. പറഞ്ഞവരോട് മാത്രമല്ല, തിരിച്ചും പറഞ്ഞു, നിങ്ങളെ വിലയ്ക്ക്. ഇനി ആർക്കാ നിങ്ങളുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം? ആർക്കാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യജമാനത്വം? യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ കടപ്പെട്ടവനാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. യേശു എന്ത് ആവശ്യപ്പെട്ടോ അത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. നിന്റെ പണം മുഴുവൻ കർത്താവിന് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കണം. നിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് അവൻ്റെ കാൽക്കൽ കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ അത് വെക്കണം. നീ പണം കൈകാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിന്റെതല്ല, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതല്ല. ഇന്നുകളിൽ നിന്റെ ബാങ്കിൽ ബാലൻസ് വരാൻ കാരണം അവൻ നിന്നോട് കരുണ കാണിച്ചതാണ്. നിന്റെ ബിസിനസ് വിജയിച്ചത്, നിന്റെ ജോലി അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ കുടുംബത്തിൽ സമാധാനമുള്ളത് എല്ലാം അവൻ തന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല. അപ്പൊ 2-ാം അധ്യായത്തിൽ യേശുവിനെ ഒരു സോഷ്യൽ ഗോഡായിട്ടാണ്. 3-ാം അധ്യായം അവിടെ ഒരു സ്കൂൾ ടീച്ചറിനെ നമ്മൾ കാണുക. യേശു ക്ലാസ് പഠിപ്പിക്കുക. ആർക്കാ കൊടുക്കുന്നത് അറിയാവോ? ഒരു വലിയ പണ്ഡിതനായ നിക്കോദേമസ് എന്ന് പറയുന്ന മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ പാപികളുടെ സ്നേഹിതനായ യേശുവിനെ കാണുകയാണ്. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയെ കാണാൻ വേണ്ടി തന്നെ ശമരിയ ദേശത്തുകൂടെ കർത്താവ് കടന്നു പോവുകയാണ്. കുഞ്ഞെ, യേശു വഴിതെറ്റി നിരതെറ്റി നിന്റെ ജീവിതത്തിലൂടെ ഇറങ്ങി വന്നതാണ്. അവൻ ഓർഡർ അനുസരിച്ച് മാത്രമേ മനുഷ്യരെ വിളിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കും എനിക്കും യേശുവിനെ കാണാൻ കഴിയുകയില്ലായിരുന്നു. സക്കായി തൻ്റെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പൊക്ക കൂടുതലായതുകൊണ്ട് ആ യേശുവിനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ കാട്ടത്തിയുടെ മുകളിൽ വലിഞ്ഞു കയറുകയാണ്. എത്രയോ പിള്ളേർ യേശു കടന്നു പോകുമ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാകാം യേശുവിനെ. പക്ഷേ ഈ സക്കായിയെ അന്വേഷിച്ച് യേശുവിൻ്റെ കണ്ണുകൾ തെരഞ്ഞു നിൽക്കുകയാണ്. തൻ്റെ പിന്നാലെ വന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീ തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുമ്പോൾ യേശു അറിയുക, ഇതൊരു സാധാരണ സ്പർശനമല്ല, ഇതൊരു അസാധാരണമായ വിശ്വാസമാണ്. യേശുവിൻ്റെ പിന്നാലെ വരുന്ന ഭർത്തിമായി അവൻ്റെ ഉറച്ച നിലവിളിയുടെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. എന്നിട്ട് വിളിക്കാൻ പറയുകയാണ്. ഏത് ശിഷ്യന്മാർ അവൻ്റെ ശബ്ദത്തെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചോ അതേ ശിഷ്യന്മാരെ കൊണ്ട് യേശു അവനെ വിളിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി,
നിങ്ങൾ ജീവിതത്തിൽ എവിടെയൊക്കെ കരഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ, യേശു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? യേശു വരും കേട്ടോ. ആരെല്ലാം തടഞ്ഞാലും യേശു വരും. നിൻ്റെ ജീവിതത്തിൻ്റെ അന്തർദാഹം നിൻ്റെ സൗന്ദര്യത്തെയോ നിൻ്റെ പണത്തെയോ നിൻ്റെ കഴിവിനെയോ നിൻ്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ നിൻ്റെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസിനെ നോക്കിയല്ല എൻ്റെ യേശു വരുന്നത്. അവൻ വരുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർദാഹം കണ്ടിട്ടാണ്. ഇതിനകത്തിരിക്കുന്ന എത്ര പേരുടെ ഉള്ളിൽ എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ മരിച്ചു കഴിഞ്ഞും കാണണം, എനിക്കെൻ്റെ യേശുവിനെ മധ്യാകാശത്തിൽ വന്നാൽ അവനെ കാണണമെന്ന് ആഗ്രഹമില്ല? ആഗ്രഹമുണ്ട്. അവരുടെ കരങ്ങളിൽ ഇപ്പോൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൻ്റെ ആവേശം അത് അണയാത്തതാണ്. അവരുടെ ഉള്ളിലാണ് തീയിട്ടിരിക്കുന്നത്. ദൈവം അവരെ കത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പം 4-ാമത്തെ അധ്യായത്തിൽ യേശു പാപികളുടെ സ്നേഹിതനാണ്. 5-ാമത്തെ അധ്യായത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് യേശുവിനെ കാണുന്നത്. 38 വർഷം തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ യേശുവിനെ പോലൊരു സ്പെഷ്യലിസ്റ്റ് വേറെ ആരാ ഉള്ളത്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉഴഞ്ഞു മറിഞ്ഞ പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ചികിത്സിച്ച മറ്റേ ഫാർമക്കോയുടെ കാര്യം ഞാൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഒരു വടിയേൽ 2 പാമ്പൊക്കെ ഇരിക്കുന്ന കണ്ടോ? പാമ്പെന്ന് പറയുന്നത് തന്നെ ആരാ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് ഇതാ പഴയ പാമ്പാണ്. ഇവൻ വഞ്ചകനാണ്, ഇവൻ ചതിക്കുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ നന്മയാണെന്ന് തോന്നും കുറച്ചു കാലം, പക്ഷേ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ ഇന്ന് നിന്ന ഇടത്ത് നിൽക്കാൻ കഴിയുന്നില്ല. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. വഞ്ചനയുടെ സ്പിരിറ്റ് പിടികെട്ടവർ ഇന്ന് സ്വതന്ത്രരാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം 4-ാം അധ്യായത്തിൽ പാപികളുടെ സ്നേഹിതൻ, 5-ാം അധ്യായത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ്, 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന ഒരു സപ്ലയറാണ്. അവനൊരു ദാതാവാം ദൈവമാണ്. പറഞ്ഞ ഹല്ലേലൂയ. എല്ലാവരുടെയും ആവശ്യങ്ങളെ നടത്തുവാൻ വഴിയായ ഒരു സപ്ലയറാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹീ ഈസ് ദ സോഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയുടെ സോഴ്സ്, ഉറവിടമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ ഹീ ഈസ് എ സ്മാർട്ട് ഡിഫൻഡർ ഓഫ് സിന്നേഴ്സ്. പാപികളെ നന്നായി ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അഡ്വക്കേറ്റാണ് യേശു. യേശുവിനെ പോലെ ഒരു രക്ഷിതാവ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും എനിക്കുമെതിരെ പല പാപങ്ങളുടെ കുറ്റങ്ങളും ആരോപിച്ച് നമ്മളെ തടവറയിലാക്കാൻ, പാപിയാക്കി നിലനിർത്താൻ, അസാധാരണമായ തകർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ അപവാദിയായി പിശാച് നിന്റെ എൻ്റെ പിന്നാലെ നടക്കുന്നു. പക്ഷേ യേശു നമ്മളെ ഡിഫൻഡ് ചെയ്യും. അവൻ്റെ പക്ഷത്താണ് നീയെങ്കിൽ. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അവൻ നമുക്ക് വേണ്ടി വാദിച്ചാൽ അവൻ വാദിച്ച ഒരു കേസും ജയിക്കാതിരുന്നിട്ടില്ല. കേരളത്തിലൊക്കെ പലപ്പോഴും പല പ്രമാദമായ കേസുകളൊക്കെ വാദിക്കാൻ ന്യൂഡൽഹിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റിലൊക്കെ വന്ന് 1 മണിക്കൂറിന് അവർക്ക് 5 ലക്ഷം രൂപയാണ്. ഇന്നത്തെ റേറ്റ് എനിക്കറിയത്തില്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ കേട്ടതാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വാരിക്കൊണ്ടു പോകുന്നു ഈ വക്കീലന്മാർ. നീ 5 നയപൈസ കൊടുക്കണ്ട ഈ വക്കീലിന്. നീ അവൻ്റെ മുമ്പിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ പാപിയാണെന്ന് നീ അംഗീകരിക്കണം, നീ വിശുദ്ധനാണെന്ന് നീ പറയരുത്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, എന്നോട് ഞാൻ പറയുക, നിനക്കിവിടെ നിൽക്കാനുള്ള യോഗ്യത നീ ഒരു പാപിയാണെന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വിശുദ്ധനായതുകൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി ആരുമില്ല. എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയവരാണ്. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സറപ്പില്ലാതെ വിളിച്ചു പറയണം, യേശുവേ ഞാനൊരു പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, നിന്റെ കരുണയാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാൻ കഴിയുമെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകും.